ഒരു മഴക്കാല സന്ധ്യയിൽ മുറ്റത്തെ വലിയ വാഴകൾക്കിടയിൽ ഒച്ചുകളെ തിരയുകയായിരുന്നു ആദു. പെട്ടെന്ന് വിസൽ പോലെയുള്ളൊരു ശബ്ദം കേട്ട്, അതെന്ത് ശബ്ദമാണ്? തവളയുടേതുപോലെ അല്ലല്ലോ. ആദു പതുക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടു നടന്നു. ആദു ഒരു വലിയ വാഴയില വകഞ്ഞു മാറ്റി നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് ആദു അത്ഭുതപ്പെട്ടുപോയി. അവിടെ ചെളിവെള്ളത്തിൽ എന്തോ ഒന്നിരിക്കുന്നു. ചെറിയ ഉരുണ്ട ഇളം നീല വെളിച്ചം വീശുന്ന ഒരു ജീവി. ആകാശത്തിന്റെ നിറമുള്ള ചർമ്മവും വലിയ കണ്ണുകളും അതിനുണ്ടായിരുന്നു. അതിനെ കണ്ട് ആദു, ഹലോ, നീയൊരു സൂപ്പർ തവളയാണോ? ആ കൊച്ചു ജീവി തലയാട്ടി. ഞാനൊരു തവളയല്ല, നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും വഴിതെറ്റി വന്ന ഒരു അന്യഗ്രഹജീവിയാ. പേര് സോർപ്പ്. സോർപ്പിന് നല്ല സങ്കടമുണ്ടായിരുന്നു. അവൻ വിശന്ന് കരയാൻ തുടങ്ങി. അതുകണ്ട ആദു, ഓ, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? അവിടെ തന്നെ നിൽക്കൂ, ഞാനിപ്പോ വരാം. ആദു പതുക്കെ അടുക്കളയിലേക്ക് പോയി. അമ്മ അവിടെ ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. മേശപ്പുറത്തിരുന്ന പഴുത്ത ഒരു വാഴപ്പഴം അവൻ വേഗത്തിലെടുത്തുകൊണ്ട് തിരികെ ഓടി സോർപ്പിന്റെ അടുത്തെത്തി. പഴം സോർപ്പിന് നീട്ടിക്കൊണ്ട് ആദു, ഇതാ, ഇതൊന്ന് കഴിച്ചു നോക്കൂ, ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്. സോർപ്പ് ആ പഴം മണത്തുനോക്കി. ചെറിയൊരു കഷ്ണം കടിച്ചു. പിന്നെ കുറച്ചുകൂടി വലുതായി കടിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ആ പഴം മുഴുവൻ അവൻ വിഴുങ്ങി. സോർപ്പ് പെട്ടെന്ന് തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലായി. ആദു ചിരിച്ചുകൊണ്ട്, നിനക്കതിഷ്ടപ്പെട്ടല്ലേ? എന്റെ പേര് ആദു. നിനക്ക് ആദു എന്ന് പറയാൻ കഴിയുമോ? സോർപ്പ് ആ ദു എന്ന് പറയാൻ ശ്രമിച്ചു. ആദു, ഏകദേശം ശരിയാണ്. വാ, അമ്മ നിന്റെ ഈ വെളിച്ചം കാണുന്നതിനു മുൻപ് നമുക്ക് ഒളിക്കാം. ആദു സോർപ്പിനെ തന്റെ ഏറുമാടത്തിൽ ഒളിപ്പിച്ചു. മണിക്കൂറുകളോളം അവരൊരുമിച്ച് കളിച്ചു. ഇരുട്ടു വീണപ്പോൾ സോർപ്പ് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി സങ്കടത്തോടെ ശബ്ദമുണ്ടാക്കി. അതുകണ്ട ആദു, നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും കാണണം അല്ലേ? അതിനൊരു വഴിയുണ്ട്. ടോർച്ച് വെളിച്ചം ഉപയോഗിച്ച് രാത്രിയിൽ സന്ദേശങ്ങൾ അയക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അവൻ അച്ഛന്റെ വലിയ ടോർച്ചെടുത്തു. ആദു, സോർപ്പ്, ഞാൻ ഈ ടോർച്ച് മിന്നിക്കുമ്പോൾ നീ ആകാശത്തേക്ക് നോക്കി ഉറക്കെ ശബ്ദമുണ്ടാക്കണം. തയ്യാറല്ലേ? ആദു നക്ഷത്രങ്ങൾക്ക് നേരെ ടോർച്ച് മിന്നിച്ചു. സോർപ്പ് വലിയ ശബ്ദത്തിൽ വിളിച്ചു കരഞ്ഞു. പെട്ടെന്ന് ആകാശത്തെ മേഘങ്ങൾ മാറി തടാകത്തിനു മുകളിലൂടെ ശബ്ദമൊന്നുമില്ലാതെ വെള്ളി നിറമുള്ള പറക്കും തളിക താഴേക്കു വന്നു. അതിൽ നിന്നും പർപ്പിൾ നിറത്തിലുള്ള വെളിച്ചം വീട്ടിലേക്ക് വീണു. ഉയരമുള്ള 2 അന്യഗ്രഹജീവികൾ താഴേക്ക് വന്ന് സോർപ്പിനെ കെട്ടിപ്പിടിച്ചു. അവർ ആദുവിനെ നോക്കി കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു. ആദുവിന് വലിയ സന്തോഷവും ധൈര്യവും തോന്നി. സോർപ്പ് തന്റെ ചെറിയ കൈകൾ വീശി ആദുവിനോട് യാത്ര പറഞ്ഞു. ആദു, ബായ് സോർപ്പ്, വാഴപ്പഴം കഴിക്കാൻ ഇനിയും വരണം. ഒരു സ്വപ്നം പോലെ അവർ ആകാശത്തേക്ക് മറഞ്ഞു. ആദു ആ വലിയ ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ നിന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. സ്നേഹമുള്ളിടത്ത് എല്ലാവരും കൂട്ടുകാരാണ്. കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.